ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുണ്ട് ഈ രാജ്യത്തിന്റെ തടവറകളിൽ. നിങ്ങൾക്കറിയുമോ? മദനി അറിയപ്പെട്ടയാളായതുകൊണ്ട്, പൊതുപ്രവർത്തകനായതുകൊണ്ട്, മതപണ്ഡിതനായതുകൊണ്ട്, പ്രഭാഷകനായതുകൊണ്ട്, ലോകമറിയപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ലോകം ചർച്ച ചെയ്യുന്നു. ഒറ്റപ്പെട്ട വ്യക്തിയല്ല, ലക്ഷക്കണക്കിന് പേരുണ്ട്. ആ കരിനിയമത്തിന് പോലും ശക്തി പോരാ. വീണ്ടും ശക്തി കൂട്ടുന്നു. പ്രിയമുള്ളവരെ, ആ നിയമത്തിന് ശക്തി പോരാ. വ്യക്തികൾ മാത്രം അതിന്റെ പരിധിയിൽ വന്നാൽ പോരാ, പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഇത്രയും കാലം വ്യക്തികൾക്കെതിരെ മാത്രമേ കരിനിയമം പ്രയോഗിക്കാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രസ്ഥാനങ്ങളെ കൂടി അതിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കരിനിയമങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ വരുന്നു NRC, ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതെന്താ? കേൾക്കുമ്പോൾ വലിയ ഇമ്പമുള്ളൊരു പേരാണ്. ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുകയാണ്. സ്വദേശി എന്നും വിദേശി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ മക്കളെ വെട്ടിമുറിക്കുകയാണ്. വിഭജനം, രണ്ടാമതൊരു വിഭജനം. പ്രിയമുള്ളവരെ, വിഭജനം ഇവരുടെ സൃഷ്ടിയാണ്. എപ്പോഴും വിഭജനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ മേൽ കെട്ടിവെക്കുന്നു, മുഹമ്മദ് അലി ജിന്നയ്ക്ക് മേൽ കെട്ടിവെക്കുന്നു. ഈ വിഭജനം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാം. ആദ്യമായി ആരാ വിഭജനത്തെ പറ്റി പറഞ്ഞത്? 1895 ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഭായി പരമാനന്ദ് ആണ് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിഭജിക്കലാണ് പരിഹാരമെന്ന് ആദ്യമായി പറഞ്ഞത് ഭായി പരമാനന്ദാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അതിനുശേഷം 1935 സവർക്കറാണ് ഈ വിഭജനത്തിന്, ഇന്ത്യ വിഭജനത്തിന് ഉത്തരവിട്ടത്. വിഭജനം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോ ആ പ്രഖ്യാപനം നടത്തുവാൻ മുഹമ്മദ് അലി ജിന്ന തയ്യാറായില്ല. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി സംസാരിച്ചത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. അതാണ് ചരിത്രം. വിഭജനവും ഈ ഭ്രാന്തന്മാരുടെ സൃഷ്ടിയാണ്. ആ വിഭജനം കൊണ്ടും അവർ സംതൃപ്തരായില്ല. വീണ്ടും ഈ രാജ്യത്തെ വിഭജിക്കണം, വീണ്ടും ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കണം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആസാമിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചില അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ട്. അത് ശരിയാണ്, അഭയാർത്ഥി പ്രവാഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ സമരങ്ങൾ നടന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി ഒരു കരാറിൽ ഒപ്പിട്ടു. അതിലെന്താ പറഞ്ഞത്? 1971 മാർച്ച് മാസം 24-ാം തീയതി വരെ ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ ആസാമിലെത്തിയ എല്ലാവർക്കും അവിടെ തങ്ങാം, അവരുടെ പൗരത്വം ഉറപ്പു നൽകാം. അത് പരിശോധിച്ചിട്ട് അതിൽ തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ അത് തന്നെ സങ്കീർണമായതിനാൽ നീണ്ടുപോയി. അവസാനം 2014 ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ അവരുടെ ദുഷ്ടലാക്ക് നമുക്കറിയാം. വർഗീയമായ കണ്ണിലൂടെയാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ കാണുന്നത്, മതേതരത്വത്തിന്റെ കണ്ണിലൂടെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യയിലെ അഭയാർത്ഥി പ്രശ്നത്തെ മതേതരത്വത്തിന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടതെങ്കിൽ ആരും ശബ്ദമുയർത്തില്ലായിരുന്നു. പക്ഷേ വർഗീയമായ കണ്ണിലൂടെയാണ് ഇവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് NRCയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളും മറ്റും നടക്കുമ്പോ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചത്. അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകളുമായി ഹാജരാകാൻ 500-600 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഹാജരാകാൻ തലേ ദിവസമാണ് നോട്ടീസ് കിട്ടുന്നത്. ആസാമിലെ ജനങ്ങൾക്ക് നിങ്ങൾ അറിയുമോ? നിങ്ങൾ ഇവിടെയുള്ള പൗൾട്രി ഫാമുകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലും, ഇവിടെയുള്ള റെസ്റ്റോറന്റുകളിലേക്ക് കടന്നു ചെല്ലും. നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണാം, ആസാമികളെ കാണാം, പട്ടിണി പാവങ്ങൾ. അവരുടെ ഗൾഫാണ് കേരളം. അതുപോലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന പാവപ്പെട്ട ആസാമികൾ. ആ ആസാമികൾക്ക് റെക്കോർഡുകളുമായി ഹാജരാകാൻ തലേ ദിവസമാണ് മുസ്ലിം സമുദായത്തിന്. ബാക്കിയുള്ളവർക്ക് കൃത്യസമയത്തൊക്കെ അറിയിപ്പ് കിട്ടും. അങ്ങനെയാണ് ആ വിഷയത്തെ അവർ കണ്ടത്. അവസാനം ഈ ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. 19 ലക്ഷം പേർ പുറത്തു. അമിത്ഷായും കൂട്ടാളികളും വിചാരിച്ചു ഇതെല്ലാം മുസ്ലിങ്ങളാണ്. അങ്ങനെയാണല്ലോ കെണിയൊരുക്കിയത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു.
14 ലക്ഷം പേരും മുസ്ലിങ്ങളല്ലാത്തവർ. 14 ലക്ഷം പേരും മുസ്ലിങ്ങളല്ലാത്തവർ. ഉടൻ വന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ആരും ഭയക്കണ്ട, പുതിയൊരു ഭേദഗതി വരാൻ പോകുന്നു. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. ഇവിടത്തെ ഹിന്ദു, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന, ക്രൈസ്തവ മതവിഭാഗങ്ങൾ, ഈ 6 മതവിഭാഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഈ അഭയാർത്ഥികൾ ആരും ഭയക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള എല്ലാവർക്കും ഞങ്ങൾ പൗരത്വം നൽകും. അതാണ് പൗരത്വ ഭേദഗതി ബിൽ. ഈ രാജ്യത്ത് മുസ്ലിം സമുദായം 2ാം കിട പൗരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. വല്ലാത്ത പ്രഭാഷണമാണ് നടത്തുന്നത്. ഇവിടേക്ക് വന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കണ്ടേ? നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലെ പാവപ്പെട്ടവർ, അവിടുത്തെ ഭരണകൂട ഭീകരത കാരണം ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തിയവർ, അവരെ സംരക്ഷിക്കണ്ടേ? സംരക്ഷിക്കണം. പക്ഷേ സംരക്ഷിക്കണമെങ്കിൽ എല്ലാ അയൽ രാഷ്ട്രങ്ങളിലേക്കും കണ്ണോടിക്കണ്ടേ? ഇത് മതേതരത്വത്തിന്റെ വാക്കാണെങ്കിൽ, കണ്ണാണെങ്കിൽ, നിലപാടാണെങ്കിൽ നമുക്കറിയാം. നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് മ്യാൻമാറിലെ ജനങ്ങളാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. ആയിരങ്ങളല്ല, ലക്ഷങ്ങൾ പലായനം ചെയ്യപ്പെട്ടു. ആയിരങ്ങളെ കൊന്നൊടുക്കി അവിടുത്തെ ഗവൺമെന്റ്. ലോകത്തെമ്പാടും അഭയാർത്ഥികളായി കഴിയുകയാണ്. അങ്ങനെ അയൽ രാഷ്ട്രങ്ങളിലെ അഭയാർത്ഥികളോടുള്ള സ്നേഹമാണെങ്കിൽ അവരെ പറ്റി ചിന്തിക്കണ്ടേ? ശ്രീലങ്കയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആയിരങ്ങളുണ്ട് തമിഴ് വംശജർ. അവരെ പറ്റി എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാഷ്ട്രങ്ങളിൽ നിന്ന് മാത്രം വന്നവർ, അത് മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ. ഒരു കാര്യം ചോദിക്കട്ടെ, മുസൽമാൻ കള്ളവണ്ടി അതല്ല, ഓട് പൊളിച്ചിറങ്ങിയവരാണ്? അല്ല, ഇത് പറയാൻ ഇവർക്കാർക്ക് അച്ചാരം കിട്ടിയതാണോ? ഇതാണോ? അല്ല, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയോ തറവാട്ട് സ്വത്താണോ? മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ സമരമുഖത്താണ്. ഇതിന് സമാധാനം ബോധിപ്പിച്ചേ മതിയാകൂ. ആരാ നിങ്ങൾ? നിങ്ങൾ പോകാൻ പറയുന്ന ഈ പാവപ്പെട്ട സമുദായം ചരിത്രം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. എന്റെ അനുഗ്രഹീത സുഹൃത്ത് ബഹുമാന്യനായി തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വാക്കുകൾ നിങ്ങൾ ശ്രമിക്കുകയുണ്ടായി. ചരിത്രത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട്, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ മുസൽമാനോട് പോകൂ എന്ന് പറയുമ്പോ ഒരു കാര്യം പറയട്ടെ, പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഈ രാജ്യത്തെ മുസൽമാന് രോമാഞ്ചം ഉണ്ടാകില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് കേട്ടാലും ബംഗ്ലാദേശ് എന്ന് കേട്ടാലും ഉണ്ടാകില്ല. നമുക്ക് രോമാഞ്ചം ഉണ്ടാകില്ല. കാരണം നമ്മുടെ രാജ്യം പാകിസ്ഥാനല്ല, നമ്മുടെ രാജ്യം ബംഗ്ലാദേശ് അല്ല, ഈ ഭൂമിയാണോ ഇന്ത്യ രാജ്യം. നിങ്ങൾക്കറിയുമോ, ഈ രാജ്യത്തേക്ക് ശത്രുക്കൾ കടന്നു വന്നില്ലേ? അധിനിവേശക്കാരൻ കടന്നു വന്നില്ലേ? ആ സന്ദർഭത്തിൽ ആരാ ഉണ്ടായിരുന്നത്? മുൻപന്തിയിൽ നിന്ന് പ്രതിരോധിക്കാൻ ആദ്യമായി കടന്നു വന്നത് 1498 പോർച്ചുഗീസുകാരനായിരുന്നല്ലോ. കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി വാസ്കോഡ ഗാമ. ആരുടെ ഭരണമായിരുന്നു? ഞാൻ ഓർക്കുന്നു, ഞാൻ കടന്നു വരുമ്പോ അതിന്റെ ചില അംശങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഉദ്ഘാടകൻ. ഞാൻ മൊത്തവും കേട്ടില്ല. അന്ന് ആരുടെ ഭരണമായിരുന്നു? ഹൈന്ദവനായ സാമൂതിരിയുടെ ഭരണമാണ് കോഴിക്കോട്. അധിനിവേശ മോഹവുമായി പോർച്ചുഗീസുകാരൻ കാലുകുത്തി കോഴിക്കോട് കാപ്പാട്. ആരാണ് അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിച്ചത്, സമരസജ്ജരാക്കിയത്, പ്രതിരോധിച്ചത്? ചരിത്രം സാക്ഷിയല്ലേ? ഇസ്ലാമിക സംസ്കാരത്തിന്റെ ജാജ്വല്യമാനമായ അധ്യായങ്ങൾ തുടികൊട്ടുന്ന പൊന്നാനി എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ. ദറസി തറവാട്ടിന്റെ പാരമ്പര്യമുള്ള പൊന്നാനിയുടെ ദറസിന്റെ അകത്തലങ്ങളിൽ നിന്നുകൊണ്ട് ശിഷ്യഗണങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന സൂര്യ തേജസ്വിയായ സാത്വികനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, വിശ്വാസ സമൂഹത്തോട് പറഞ്ഞു, ഇതാ ശത്രു കടന്നു വന്നിരിക്കുന്നു. നാം കേൾക്കുന്ന കാലൊച്ച ശത്രുവിന്റേതാണ്. പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമ കാലുകുത്തിയത് കച്ചവടത്തിനല്ല, നമ്മോട് സൗഹൃദം കൂടാനല്ല. പിന്നെയോ ഈ രാജ്യത്തിന്റെ മാനം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സഹോദരിമാരുടെ ചാരിത്രം കവർന്നെടുക്കാൻ, ഈ രാജ്യത്തിന്റെ സമ്പത്തും ഈ രാജ്യത്തിന്റെ സകലമാന സംസ്കാരങ്ങളും കൊള്ളയടിക്കാൻ ശത്രുവിന്റെ കാലൊച്ചയാണ് കേൾക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ സന്നദ്ധമാകണമെന്ന് അനുയായികളോട് ആഹ്വാനം ചെയ്തപ്പോഴല്ലേ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കപ്പെട്ടത്? ഖാലി മുഹമ്മദ് മൗലിദ് രചിച്ച ഖാലി മുഹമ്മദ് ഫത്ഹുൽ മുബീൻ രചിച്ചു യുദ്ധകാവ്യങ്ങൾ. പോരാട്ടത്തിന്റെ
പടയോട്ടത്തിന്റെ വീരഗാഥകളാണ് രചിക്കപ്പെട്ടത്. ജനങ്ങൾ സമരസജ്ജരായി. ഉജ്ജ്വലമായ പോരാട്ടം. അറബിക്കടല് കുഞ്ഞാലി മരക്കാർമാരുടെ ചുടുചോര കൊണ്ട് ചെഞ്ചായമണിഞ്ഞില്ലേ? ആ സന്ദർഭത്തിലാണ് സാമൂതിരി കോഴിക്കോട് കടപ്പുറത്ത് വന്നുകൊണ്ട് പറഞ്ഞത്, ഹൈന്ദവ സമുദായമേ, അരേ സമുദായമേ, നിങ്ങൾ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശികനെ തടുത്തു നിർത്താൻ, ശത്രുക്കളെ തടുത്തു നിർത്താൻ ഈ രാജ്യത്തൊരു സമൂഹം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും നിങ്ങൾ മുസ്ലിമായി വളർത്തു. ഖർവാപ്പസി പോലും, നിർബന്ധിത മതപരിവർത്തനം പോലും ഇസ്ലാമിന്റെ അജണ്ടയിലില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ മതത്തിന്റെ കാര്യത്തിൽ സമ്മർദ്ദമില്ല. അതാണോ ഇസ്ലാമിന്റെ നിലപാട്? അതാണ് ഇസ്ലാമിന്റെ നിലപാട്. വാള് കാട്ടിയിട്ട് ആരെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണ്ട. ഗോതമ്പും പഞ്ചസാരയും കാട്ടി പ്രലോഭനം കാട്ടിയും ആരെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണ്ട. നീ സത്യം പറഞ്ഞുകൊടു, നേർവഴി പറഞ്ഞുകൊടു, സത്യാസത്യ വിവേചനം ജനങ്ങൾക്ക് പകർന്നുകൊടു, ദൈവികമായ ദർശനത്തെ പരിചയപ്പെടുത്തിക്കൊടു. അതാണ് ഇസ്ലാമിന്റെ മാർഗം. വലാ യജ്രിമന്നകും സനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അവരോട് നിങ്ങൾ അതിന്റെ പേരിൽ അനീതി പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി താക്കീത് ചെയ്തില്ലേ? വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാ. മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ശ്രീരാമചന്ദ്രനെ, ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. ക്രൈസ്തവ മക്കൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കരുത്. അതാണോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിക ദർശനം. അല്ലാതെ ഇവിടെ നിർബന്ധിപ്പിച്ചും അതേ പ്രകാരം തന്നെ പ്രലോഭനത്തിലൂടെയും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയിട്ടില്ല. അങ്ങനെ കൂട്ടാൻ പാടുമില്ല. അത് ഇസ്ലാമിന്റെ നയവും നിലപാടുമല്ല. പക്ഷേ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നവരാണ്, അധിനിവേശത്തെ എതിർക്കുന്നവരാണ്. അങ്ങനെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയപ്പോഴാണ് സാമൂതിരി പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞിനെയെങ്കിലും മുസ്ലിമായി വളർത്തൂ. ചരിത്രമല്ലേ, നിഷേധിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അതാണ് മുസൽമാന്റെ ചരിത്രം. ഉജ്ജ്വലമായ പോരാട്ടം നടത്തും. എണ്ണമറ്റ പോരാട്ടങ്ങൾ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ രാജ്യത്തെ ഹൈന്ദവനും, ഈ രാജ്യത്തെ മുസൽമാനും, ഈ രാജ്യത്തെ ക്രൈസ്തവനും, ഈ രാജ്യത്തെ സകലമായ മനുഷ്യരും, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളും അടക്കം ബ്രിട്ടീഷുകാരനെതിരെ സന്ധിയില്ലാ സമരം നടത്തുകയായിരുന്നു. ഉജ്ജ്വലമായ പോരാട്ടം. പക്ഷേ ഇവരെവിടെയായിരുന്നു? ഈ ഇരുട്ടിന്റെ ശക്തികൾ എവിടെയായിരുന്നു? ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുത്തച്ഛന്മാരെവിടെയായിരുന്നു? ചരിത്രത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു കവിതാ ശകലം ഇവിടെ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടു. പ്രിയമുള്ളവരെ, ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ആ തഴമ്പ് നിങ്ങളുടെ നാവുകളിൽ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഈ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, ബ്രിട്ടീഷുകാരന്റെ നിറതോക്കിൽ നിന്നും വന്ന വെടിയുണ്ടകളെ നെഞ്ചകം കൊണ്ട് സ്വീകരിച്ചവരാ. അവൻ ഒരുക്കിയ തൂക്കുമരങ്ങൾ സന്തോഷത്തോടു കൂടി കഴുത്തിലണിഞ്ഞവനാണോ? നിഷേധിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ആചാര്യനുണ്ടല്ലോ, RSSന്റെ ഗ്രന്ഥമായ വിചാരധാര രചിച്ച ഗുരു ഗോൾവാർക്കർ. അദ്ദേഹം എന്താ പറഞ്ഞത്? Don't waste your energy in fighting British enemy, but it use it to fight Indian enemy like Muslims, Christians and communists. നിങ്ങളുടെ ഊർജം ബ്രിട്ടീഷുകാരനെതിരെ പ്രയോഗിച്ച് നിങ്ങൾ വേസ്റ്റ് ആക്കി കളയണ്ട. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അവർക്കെതിരെ നിങ്ങൾ ഉപയോഗിക്കും. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, ബ്രിട്ടീഷുകാരന്റെ നക്കും നുണയും സ്വീകരിച്ചുകൊണ്ട് അവന്റെ ഷൂനക്കി എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും കൈക്കലാക്കിയവർ, ഈ രാജ്യത്തിന്റെ വിമോചന പോരാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി കങ്കാണിപ്പണിയെടുത്തവർ, ബ്രിട്ടീഷുകാരനെ പിടിച്ചുകൊടുത്തവർ, ഒരു കാരമുള്ള പോലും കാലിൽ തറച്ച പാരമ്പര്യമില്ലാത്തവർ ഈ പാവപ്പെട്ട മക്കളുടെ മുഖത്ത് നോക്കി ഞങ്ങളുടെ ഭാര്യമാരെ, വിധവകളും മക്കളെ അനാഥരുമാക്കി, വിധവാത്വം അനുഭവിച്ച്, വിഭാര്യത്വം അനുഭവിച്ച്, അനാഥത്വം ഏറി ജീവനും ജീവിതവും സമ്മാനിച്ച സമൂഹത്തോട് പാകിസ്ഥാനിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സില്ലെന്ന് പറയാൻ, ആർജവത്തോടു കൂടി പറയാൻ ഈ രാജ്യത്തിന്റെ മക്കൾക്ക് സാധിക്കും. ഈ രാജ്യത്തിന്റെ മക്കൾക്ക് സാധിക്കും. നിങ്ങൾ ആരെയും ഭയപ്പെടുത്തണ്ട. അമിത്ഷാ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾ ഭയക്കണ്ട. ആർക്കാണോ ഭയം? പാവപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ,
നിങ്ങൾ അലിഗഡ് ജാമിയ മില്ലയിലേക്ക് കടന്നു കയറി നരനായാട്ട് നടത്തിയപ്പോ, ജാമിയ പ്രദേശത്ത് നരനായാട്ട് നടത്തിയപ്പോ നിന്റെയൊക്കെ AK-47 മുന്നിൽ നോക്കി ഗർജിച്ച ആ ഫാത്തിമ എന്ന് പറയുന്ന, ഫാത്തിമ ഹെന്ന എന്ന് പറയുന്ന പെണ്ണിനെ, ലതീദ എന്ന് പറയുന്ന പെണ്ണിനെ സംഘപരിവാരുകാരാ നിനക്ക് കാണാൻ സാധിക്കുമോ? തിരിച്ചറിയാൻ സാധിക്കുമോ? നമ്രൂദിന്റെ തീക്കുണ്ടത്തെ, ഫറോവയുടെ തീറ്റൂരങ്ങളെ, ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും കടന്നാക്രമണങ്ങളെ, എത്രയോ ബുഷുമാരെ, ഏരിയൽ ഷാരോണിനെ കണ്ടവനാണ് ഈ രാജ്യത്തെ ലോകത്തെ വിശ്വാസ സമൂഹം. ഭയം അവരുടെ അജണ്ടയിലില്ല. ചരിത്രം സാക്ഷി, കാലം സാക്ഷി. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഒരു പെണ്ണിന്റെ മുന്നിൽ പകച്ചുപോയില്ലേ? ഒറ്റപ്പെട്ട സംഭവമല്ല, ഒറ്റപ്പെട്ട ചൂണ്ടുവിരലല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചൂണ്ടുവിരലുകൾ ജാതി മത രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് നിന്നും നിങ്ങൾക്ക് ഉയർന്നു കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കൂറ്റൻ ടാങ്കറുകൾ കൊണ്ട് സാധിക്കില്ല, നിങ്ങളുടെ AK-47 കൊണ്ട് സാധിക്കില്ല, ഒരായുധം കൊണ്ടും സാധിക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു പക്ഷേ കൊന്നൊടുക്കാൻ സാധിക്കും, കൊന്നൊടുക്കാൻ സാധിക്കും, പരാജയപ്പെടുത്താൻ സാധിക്കില്ല, പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ഒരു ഫോട്ടോ പ്രദർശിപ്പിക്കാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി. BJP-കാരൻ പ്രശ്നവുമായി എത്തിയല്ലോ. BJP-കാരൻ ഹാലിളകി. കാരണം ടിപ്പു സുൽത്താൻ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു പിടച്ചിലാണ്, ഒരു തികട്ടലാണ്. അതെന്തുകൊണ്ടെന്നറിയുമോ? ടിപ്പു ജനകീയനായ ഭരണാധികാരിയായിരുന്നു. മേലാളന്മാർക്കെതിരായിരുന്നു. ജന്മി കുടിയാൻ അമർച്ച ചെയ്ത ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി ലാൻഡ് സർവേ നടപ്പിലാക്കിയത്, ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകന് എന്ന് പറഞ്ഞു ടിപ്പു സുൽത്താൻ. പാലക്കാട് പ്രദേശത്തു കൂടി ടിപ്പു സുൽത്താൻ കടന്നു വരുമ്പോ ഒരു പറ്റം സഹോദരിമാർ മാറി മറയ്ക്കാതെ പോകുന്നത് ടിപ്പു സുൽത്താൻ ചോദിച്ചു, എന്തായി കാണുന്നത്? അവർ പറഞ്ഞു, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമാണ്, കറുത്ത വർഗ്ഗക്കാരാണ്, അവർക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ടിപ്പു പറഞ്ഞു, എന്ത് മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുകയോ? സാധ്യമല്ല. ടിപ്പു ഒരു മതവിശ്വാസി കൂടിയാണ്, ഒരു ഇസ്ലാം മതവിശ്വാസി കൂടിയാണ്. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായിൽ ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ പ്രഖ്യാപനം. മാനവ സമൂഹമേ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, വ്യത്യസ്ത വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റി. എന്തിനെന്നറിയുമോ? നിങ്ങൾക്ക് അഹങ്കാരം നടിക്കാനല്ല, പരസ്പരം പോരടിക്കാനുമല്ല. നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകണം, ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം, ഒരു മേൽവിലാസം ഉണ്ടാകണം. അതിനുവേണ്ടി മാത്രമാണ് വ്യത്യസ്ത വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റിയത്. മഹത്വത്തിന്റെ മാനദണ്ഡം സൃഷ്ടാവിന്റെ അടുക്കൽ അധികാരമോ സമ്പത്തോ സൗന്ദര്യമോ അല്ല, അത് ധാർമ്മികതയാണ്, തഖ്വയാണ്, സൂക്ഷ്മതയാണ്, സത്യസന്ധതയാണ്. മനുഷ്യ സമത്വത്തിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ്. സാർവലൗകിക സാഹോദര്യം ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. പ്രവാചകൻ, നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെയല്ല, ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമാണ് മക്ക വിജയം എന്ന് പറയുന്നത്. മർദ്ദക ഭൂരിപക്ഷത്തിനെതിരിൽ മർദ്ദിത ന്യൂനപക്ഷം വിജയം വരിച്ച, എല്ലാവിധമായ മനുഷ്യാവകാശങ്ങളെയും ചവിട്ടിമെതിച്ചിരുന്ന ഒരു മേലാള വർഗത്തിൽ നിന്നും ഈ രാജ്യത്തെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും മോചനം കിട്ടിയ ഉജ്ജ്വലമായ ഒരു പരമ്പരയുടെ ഭാഗമായിരുന്നല്ലോ മക്ക വിജയം എന്ന് പറയുന്നത്. ആ മക്ക വിജയവേളയിൽ തന്നെ ആട്ടിപ്പായിച്ചൊരു സമൂഹത്തിന്റെ ഭരണാധികാരിയായി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നെത്തുമ്പോ, അന്ന് പ്രവാചകൻ, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മദീനയിലേക്ക് ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്യപ്പെട്ടപ്പോൾ പോയതുപോലെ അങ്കിലി പരിമുതമായ അംഗങ്ങളായിരുന്നില്ല പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരു വൻ സംഘം ഉണ്ടായിരുന്നു. ഉന്നത കുലജാതനായ അബൂബക്കർ ഉണ്ടായിരുന്നു, സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ സൽമാൻ ഫാരിസി ഉണ്ടായിരുന്നു, രണധീരനായ ഉമർ ബിൻ ഖത്താബ് ഉണ്ടായിരുന്നു, ഏറ്റവും അധികം സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഗുണഗണങ്ങളുമുള്ള അനുയായികൾ നിൽക്കെ മക്ക വിജയ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പ്രവാചകൻ ആരെയാകും തിരഞ്ഞെടുക്കുക എന്ന് ലോകം ശ്രദ്ധയോടുകൂടി നിൽക്കുമ്പോ പ്രവാചകന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു, അയിന ബിലാൽ, ബിലാൽ എവിടെ? ലോകം ഞെട്ടിപ്പോയി. ആരാ ബിലാൽ? അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതീകം, കറുത്ത വർഗ്ഗക്കാരൻ, നീഗ്രോ, അടിമത്തത്തിന്റെ മുറിപ്പാടുകൾ ദേഹമാസകലം നിഴലിച്ചു നിൽക്കുന്ന വിരൂപനായ ബിലാൽ. ബിലാൽ ശങ്കിച്ചു നിന്നു. പ്രവാചകൻ പറഞ്ഞു, ബിലാൽ
നീ എന്തിനാ ശങ്കിക്കുന്നത്? നീ കടന്നു വരിക. പ്രവാചകന്റെ ചുമല് കാട്ടിക്കൊടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞു, ബിലാലേ, ഈ മുഹമ്മദിന്റെ ചുമലിൽ ചവിട്ടിക്കൊണ്ട് കഅബയുടെ ഓരത്തേക്ക് കയറി നിന്നുകൊണ്ട് പ്രഖ്യാപിക്കും. ബിലാൽ കടന്നെത്തി പ്രവാചകന്റെ മേനിയിൽ സ്പർശിച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് കഅബയുടെ ഓരത്തിൽ നിന്നുകൊണ്ട് കഅബയുടെ മുകളിലേക്ക് കയറിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ബിലാൽ അല്ലാഹു അക്ബർ, ദൈവം ഏറ്റവും മഹാൻ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉജ്ജ്വലമായ സാർവലൗകിക സാഹോദര്യത്തെ, വിശ്വമാനവികതയെ സ്വജീവിതം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ പ്രായോഗികവൽക്കരിച്ച് കാട്ടിക്കൊടുക്കുകയായിരുന്നു പ്രവാചകൻ. അതാണ് ഇസ്ലാം, അതാണ് പ്രവാചകൻ. അവസാനം അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന അനുയായി വൃന്ദത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഏ മനുഷ്യരെ, നിങ്ങൾ ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും മക്കളാണ്, ഏകോദര സഹോദരന്മാരാണ്. എല്ലാ വർണ്ണവർഗ വൈജാത്യങ്ങളെയും ഞാൻ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി തേക്കുന്നു. മനുഷ്യരെല്ലാവരും സമന്മാരാണ്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. എല്ലാം ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. മനുഷ്യ സമത്വത്തെ പ്രായോഗികവൽക്കരിച്ച് പ്രഖ്യാപനം നടത്തി കടന്നുപോയ പ്രവാചകൻ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പറ്റി ബോധ്യമുള്ള ആളായിരുന്നു ടിപ്പു സുൽത്താൻ. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ പറഞ്ഞു, സ്ത്രീകളുടെ ചാരിത്രം വർണ്ണത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെടാൻ പാടില്ല. ആ പാവപ്പെട്ട സ്ത്രീകളുടെ മാറുകൾ മറക്കപ്പെടണം, മറക്കപ്പെടാത്ത മാറുകൾ അരിഞ്ഞു വീഴ്ത്തും. അതാണ് ടിപ്പുവിന്റെ പ്രഖ്യാപനം, ധീരമായ പ്രഖ്യാപനം. അതാ പാവങ്ങളുടെ മാറുകൾ അരിയണമെന്നുള്ളതല്ല, മറിച്ച് ആ മാറുകൾ മറക്കപ്പെടാനുള്ള അവകാശം നിഷേധിക്കുന്ന തമ്പുരാക്കന്മാരോട്, മാടമ്പിമാരോടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഗിടുകിടാ വിറച്ചു. പാവപ്പെട്ട കറുത്ത പെണ്ണിന്റെ ചാരിത്രം സംരക്ഷിക്കപ്പെട്ടു. അതാണ് ടിപ്പു സുൽത്താൻ. ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ബ്രിട്ടീഷുകാരെതിരെ. ഇന്ത്യ രാജ്യത്ത് നിരവധി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുത്തുകൊണ്ട് അവന്റെ സാമന്ത രാജ്യങ്ങളായി മാറിയില്ലേ? ടിപ്പു സുൽത്താൻ സന്നദ്ധനായില്ല. അങ്ങനെ സന്നദ്ധനായിരുന്നുവെങ്കിൽ മരിക്കുവോളം അദ്ദേഹത്തിന് ഉജ്ജ്വലമായ പ്രവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയായി വിരാജിക്കാമായിരുന്നു. പക്ഷേ മാതൃരാജ്യത്തിനു വേണ്ടി സധൈര്യം പോരാടി അവസാനം 1799 മെയ് മാസം 4-ാം തീയതി ശ്രീരംഗപട്ടണം കോട്ടയുടെ നടുത്തളത്തിൽ ബ്രിട്ടീഷുകാരനോട് ധീരോദാത്തമായ പോരാട്ടം നടത്തി വീരരക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നില്ലേ ടിപ്പു സുൽത്താൻ? ടിപ്പുവിന്റെ മാറിലേക്ക് കടന്നു വന്ന വെടിയുണ്ട ടിപ്പുവിന്റെ ജീവൻ കവർന്നെടുക്കാൻ പോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഓടിയെത്തിയ ബ്രിട്ടീഷുകാരൻ ടിപ്പു സുൽത്താന്റെ മാറിടത്തിലേക്ക് ചവിട്ടുന്നതിന് വേണ്ടി പൂട്ടുയർത്തിയപ്പോ ആ മരണശയ്യയിൽ കടന്നുകൊണ്ട് വെട്ടിവീഴ്ത്തിയ ലോകത്ത് സമാനതയില്ലാത്ത ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ജാജ്വല്യമാനമായ അധ്യായം കുറിച്ച ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ അവസാനം മരിച്ചു വീണതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത്, ഇനി ഇന്ത്യ നമ്മുടേതായി. എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല? എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല? ആ ടിപ്പു സുൽത്താന്റെ ഫോട്ടോയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി നിയമസഭയുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ പോയത്. ആകെ ബഹളമായി. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, നിങ്ങൾ ബഹളമുണ്ടാക്കണ്ട, എനിക്കൊരു ചോദ്യമുണ്ട്. ടിപ്പു സുൽത്താൻ രാജ്യത്തിനു വേണ്ടി പോരാടിയ ധീരനായ രാജാവാണ്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെക്കണ്ടെങ്കിൽ വെക്കണ്ട. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയുടെ പേരെങ്കിലും പറയൂ. അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നരേന്ദ്രമോദി, അമിത്ഷാ നിങ്ങൾക്ക് സാധിച്ചോ? സാധിക്കില്ല, സാധിക്കില്ല. എന്തുകൊണ്ട്? ചരിത്രമത, ചരിത്രമത. ബ്രിട്ടീഷുകാരന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത പാരമ്പര്യം മാത്രമുള്ള, എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തവർ. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോ സ്വാതന്ത്ര്യത്തെ തള്ളിപ്പറഞ്ഞു. ഭരണഘടന സ്ഥാപിതമായപ്പോ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു. എപ്പോഴും ഭരണഘടനയുടെ ശത്രുക്കളാണല്ലോ. അവസാനം നമ്മുടെ രാഷ്ട്രപിതാവിനെയും അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ കന്യാകുമാരിയുടെ തീരപ്രദേശം മുതൽ കാശ്മീരിന്റെ മലമടക്ക് വരെ നാട് നഗരങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ബൗദ്ധനെയും ജൈനനെയും പാഴ്സിയെയും എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാത്മജി ഇന്ത്യക്കാരന് മറക്കാൻ സാധിക്കുമോ? നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ പോലും
ബ്രിട്ടീഷുകാരന്റെ വെള്ള പതാക വലിച്ചു കീറി താഴെയിട്ടിട്ട് ചെങ്കോട്ടയുടെ നെറുകയിൽ ഇന്ത്യയുടെ ദേശീയ പതാക വാനിലേക്ക് ഉയർന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ആഹ്ലാദത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ പോലും ആ ആഹ്ലാദത്തിലോ ആഘോഷത്തിലോ പങ്കാളിയാകുവാൻ ഗാന്ധിജി ഇല്ലായിരുന്നു. ഗാന്ധിജി എവിടെയായിരുന്നു? കൽക്കട്ടയിൽ നവഖാലിയിൽ പരസ്പരം പോരടിച്ചിരുന്ന സമൂഹം, വർഗീയ കശ്മലന്മാർ കത്തിയുമേന്തിക്കൊണ്ട് സംഘപരിവാറുകാരന്റെ ആഹ്വാനം കേട്ടുകൊണ്ട് തന്റെ സഹോദരന്റെ വിരിമാറിലേക്ക് കഠാര കുത്തിയിറക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ബോംബുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവിടെ ഓടിയെത്തിയില്ലേ വന്യവയോധികനായ മനുഷ്യൻ, എല്ലും തോലുമായ ഒരു അസ്ഥികൂടമായ മനുഷ്യൻ അവിടെ ഓടിയെത്തിയിട്ട് തന്റെ വിരിമാറ് കാട്ടിക്കൊടുത്തുകൊണ്ട് ഗാന്ധിജി ഗർജിച്ചില്ലേ, ഇൻസ്റ്റഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ് യു ഷൂട്ട് മീ. എന്റെ മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നതിന് പകരം എന്റെ പെരുമാറിലേക്ക് വെടിയുണ്ടമായി. അദ്ദേഹം ഒരു സനാതന ഹിന്ദുവായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പൊട്ടുതൊടാത്ത ഗാന്ധി, ഒരു മഠാധിപതിയുടെ മുന്നിലും ആശീർവാദത്തിനായി കാവൽ കിടക്കാത്ത ഗാന്ധി, തന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കാവി വസ്ത്രവും അണിഞ്ഞു വന്നവരോട് അത് അഴിച്ചു വെച്ചിട്ട്, രുദ്രാക്ഷമാലയും അഴിച്ചു വെച്ചിട്ട് തൂവള്ള വസ്ത്രം ധരിച്ചു വരാൻ ആവശ്യപ്പെട്ട ഗാന്ധി, ഐതിഹാസികമായ ഉപവാസത്തിന് നേതൃത്വം നൽകിയ ഗാന്ധി, ആ ഗാന്ധിയെ കൊന്നില്ലേ? ലോകം കണ്ട ഭീകരനായ വർഗീയവാദിയായ നാഥുറാം ഗോഡ്സെ, ആ ഗോഡ്സെക്ക് ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് സംഘപരിവാറുകാർ. ആ ഗോഡ്സെ ദേശശ്രേയ എന്ന് പറഞ്ഞ പീറ പെണ്ണുണ്ടല്ലോ, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ക്രിമിനൽ, നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചു, പാർലമെന്റിൽ എത്തിച്ചു. എത്രയോ ഭീകരവാദ കേസിലെ പ്രതിയാണ്, സ്ഫോടന കേസിലെ പ്രതിയല്ലേ മാലേഗാവിൽ. അതേ പ്രകാരം തന്നെ മക്ക മസ്ജിദ് അടക്കമുള്ള കേസിലെ പ്രതിയാണ്. ആ ഭീകരവാദിയെ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് പലരും അങ്ങനെയാണ്. എണ്ണി എണ്ണി പറയാനുള്ള നേരമില്ല. കൊണ്ടുവന്നു. മാത്രമോ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സമിതിയിൽ അതിന്റെ ഉപദേശക സമിതി അംഗമാക്കി. ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കണം, അറിയണം. അവസാനിച്ചോ? അവസാന പാർലമെന്റിൽ നിന്നുകൊണ്ട് ആ പെണ്ണ് പ്രസംഗിച്ചു, നാഥുറാം ഗോഡ്സെ ദേശസ്നേഹിയാണെന്ന്. ഇന്ത്യൻ പാർലമെന്റ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം, വിശ്വനാഥ് പ്രതാപ് സിംഗ് അടക്കം, ഇന്ദിരാ പ്രിയദർശിനി അടക്കം, രാജീവ് ഗാന്ധി അടക്കമുള്ള, മൻമോഹൻ സിംഗ് അടക്കമുള്ള ഈ രാജ്യത്തിന്റെ മക്കൾ, AK ഗോപാലനടക്കം, അതേ AKG അടക്കമുള്ള പ്രഗത്ഭരായ പാർലമെന്റേറിയന്മാർ നിയമനിർമ്മാണം നടത്തിയ പാർലമെന്റിനെ അശുദ്ധമാക്കിയ പെണ്ണ് പിടിച്ചു പുറത്താക്കി പുണ്യാഹം തെളിക്കാൻ സമയം കഴിഞ്ഞു പോയി.